ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ വീഡിയോയാണ് കേട്ടോ. എറണാകുളം പോകണം. നമ്മുടെ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എറണാകുളം പോണ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കാന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ വാപ്ചിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ പോണേ. അപ്പോൾ വാപ്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ചെറിയൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുവാണ് കേട്ടോ. അപ്പോഴാണ്ട് മുമ്പ് ചിക്കൻ ബോക്സ് ഉണ്ടായിടത്ത് ഒരു കുഞ്ഞു കുരു വന്നേക്കണേ. കുരുവും അത്യാവശ്യം പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫിൽറ്ററിൻ്റെ കൊണ്ട് അങ്ങോട്ട് മാഞ്ഞ് പോകണമെന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം മാഞ്ഞ് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. നിച്ചുകുട്ടനെ ഇവിടെ ഇല്ല കേട്ടോ. നിച്ചുകുട്ടൻ വാപ്പിച്ചി അടുത്താണ്, അവിടെ വീട്ടിലാണ്. അവൻ ഇന്നലെ രാത്രി പോയി കേട്ടോ. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ, വാപ്പിച്ചിൻ്റെ ഹോസ്പിറ്റലിൽ പോകണോണ്ട് അവനിന്ന് സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവൻ പോയിട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് നേരെ വാപ്പിച്ചി അടുത്തേക്കും പോയി. അപ്പോൾ ഇനി എനിക്ക് ഇറങ്ങേണ്ടതുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നല്ല അടിപൊളി മഴ കേട്ടോ. ഞാൻ എവിടെ പോകാൻ നിന്നാലും മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോട്ടുണ്ട്, പക്ഷെ കോട്ടിടുന്ന കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ 7 മണിക്ക് ബസ് വരും കേട്ടോ. അവിടെ വീടിൻ്റെ അടുത്താണ് ബസ്സിൽ പോണേ. അപ്പോൾ ഞങ്ങൾ കോതമംഗലത്ത് വന്നിട്ട് പിന്നെ ആലുവ ബസ്സിന് കയറുവാണ് കേട്ടോ. അപ്പോൾ 7 മണിക്ക് ബസ് വരികയും ചെയ്യും. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആവാറായിട്ടുണ്ട് കണ്ടോ. മഴയൊക്കെ കുറഞ്ഞു തുടങ്ങി. അത്യാവശ്യം നല്ലോണം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ മേളിൽ. അപ്പോൾ അങ്ങനെ മഴ കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നല്ലോണം കുറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കോട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണല്ലോ. അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. അത് ഞാൻ പോകാനിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മഴ, അത്രയും നേരം മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴക്കാലമാണല്ലോ, എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം. അതൊക്കെ അറിയാം, ഇപ്പോൾ മഴക്കാലമാണല്ലോ. അപ്പം മഴയൊക്കെ ഏകദേശം കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അത്യാവശ്യം മഴ കാര്യങ്ങളെങ്കിലും അത്യാവശ്യം കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മഴയൊക്കെ നല്ലോണം കുറഞ്ഞായിരുന്നു. അപ്പോൾ കൊട്ടിടേണ്ട വലിയ ആവശ്യം വന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. അപ്പം അങ്ങനെ ഏകദേശം സമയം 6:45 ഉണ്ട്. 7 രാവിലത്തെ നല്ല ഉറക്കം ക്ഷീണമുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ നേരത്തെ എണിച്ചതാണല്ലോ. അല്ലെങ്കിലും ഇപ്പോൾ ഈ നിച്ചുകുട്ടൻ സ്കൂളിൽ പോയ പിന്നെ അത്യാവശ്യം നേരത്തെ എണിച്ച് മൊത്തം ഉറക്കച്ചടവാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്തോ വാപ്പിച്ചിനോട് എന്തോ സംസാരിക്കുന്നുണ്ട്, അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നിച്ചുകുട്ടനോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഉമ്മച്ചെടുത്തും വാപ്പിച്ചെടുത്തേക്ക് അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ ബസ് പോണ റൂട്ട്. നമുക്ക് ജസ്റ്റ് താഴേക്കൊന്ന് ഇറങ്ങി നിന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് സമയമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ച മഴയായതുകൊണ്ട് താമസിക്കും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ വാപ്സി 2 ഡോക്ടർമാരെ കാണാനുള്ള, ഒരു ഡോക്ടർ കാർഡിയോളജിയുടെ ഡോക്ടറെ കാണാനുള്ളത് നമ്മൾ 9:30 ആകുമ്പോഴത്തേക്കും അവിടെ ചെന്ന് ചീട്ടെടുക്കണം. അവിടെ വിളിച്ച് ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ചെന്ന് ചീട്ടണം. 9:30 ചെല്ലാനായിരുന്നു കേട്ടോ അവർ പറഞ്ഞായിരുന്നേ. പിന്നെ ന്യൂറോയുടെ ഡോക്ടറെ കാണുന്നത് ഉച്ച കഴിഞ്ഞാണ് കേട്ടോ. ഏകദേശം 2 മണിയൊക്കെ കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കാർഡിയോളജി ഡോക്ടറെ കാണാനുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകണമല്ലോ. പിന്നെ ന്യൂറോയുടെ ഡോക്ടറൊക്കെ വിളിച്ച് ചീട്ട് ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പ് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ആവാറായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അപ്പം നിച്ചുകുട്ടനെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ. ആ റൂട്ടാണ് കേട്ടോ ഞങ്ങൾ പോണേ. അപ്പോൾ അവിടെ ജസ്റ്റ് താഴേക്കൊന്ന് ഇറങ്ങി നിന്നാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ ബസ് സ്റ്റോപ്പിനെ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ വണ്ടി നിർത്തി തരുകയൊക്കെ ചെയ്യും. ഈ റൂട്ടിലങ്ങനെ അധികം ബസ്സൊന്നുമില്ല, 3-4 ബസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാലും നമുക്ക് നിർത്തി തരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി നിന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തോ കാര്യത്തിന് ഉമ്മച്ചി പുറവശത്തേക്ക് പോണതാണ് കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അത് അപ്പോൾ വാപ്പിച്ചി വീട് പൂട്ടി ഇറങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വാപ്പിച്ചി അങ്ങനെ വീട് പൂട്ടി ഇറങ്ങി ഞങ്ങളും ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ഉമ്മച്ചിയുണ്ട്. ഉമ്മച്ചി അപ്പുറം എന്തോ കാര്യത്തിന് പോയേക്കാണ്, ഇപ്പോൾ തന്നെ വരും കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടൻ എൻ്റെ കൈയൊക്കെ വിട്ട് അവൻ സൈഡിൽ കൂടെ തന്നെ നടന്നോളാമെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ. അവനെ വിളിച്ചാലോ അവൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം അത്യാവശ്യം വളവ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ എനിക്ക് ചെറിയൊരു പേടി. എന്നിട്ട് പിന്നെ അവൻ്റെ പുറകെ ഞാൻ വെച്ച് പിടിച്ചാണ് കേട്ടോ. അവൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് നേരം നിന്നു, പിന്നെയും അവൻ പോകണയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട. ഉമ്മച്ചിയും വാപ്പിച്ചും ബാക്കിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും നടന്ന് വരുന്നുണ്ട് കണ്ടോ. സൈഡിൽ കൂടെ ഒരു തോടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മൊത്തം കാട് കയറി കിടക്കുവാണ്. ഇത് ഞങ്ങൾ അറിയുന്ന ഒരു ചേച്ചിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ആരും കണ്ടില്ല, അവരകത്തായിരിക്കും. രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിൽക്കുവാണ്. അങ്ങനെ ബസ് നോക്കി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഇവിടെ
അപ്പോൾ രാവിലത്തെ മഴയൊക്കെ മാറിയത് അത്യാവശ്യം വെയിലൊക്കെ ഉദിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സും കിട്ടി ഞങ്ങൾ ആലുവ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോതമംഗലത്ത് ചെന്നിട്ട് പിന്നെ ആലുവ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഇത് കോതമംഗലത്ത് നിന്ന് ആലുവയ്ക്ക് പോണ റൂട്ടാണ് കേട്ടോ. അതപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തേക്കും ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒത്തിരി പുരോഗമനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതേം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആലുവയിൽ ചെന്നിട്ട് മെട്രോയ്ക്ക് പോകാനാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ എറണാകുളം ബസ് ഒറ്റ ബസ് കിട്ടും. പിന്നെ അതൊരു ചടവായിരിക്കും. എനിക്ക് ബസ്സിൽ കയറുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ അത്രയും ദൂരേക്ക് പോയി കഴിയുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി മാറി കയറാൻ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പോയാലും ആലുവ ചെന്നിട്ട് മെട്രോയ്ക്ക് പോകാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാപ്പിച്ച് നിച്ചുകുട്ടനെ അവിടെ ഫ്രണ്ടിലുണ്ട്. ഉമ്മച്ചിയാണ് നിച്ചുകുട്ടൻ്റെ അടുത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മെട്രോ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ മെട്രോയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഭയങ്കര ഇതൊക്കെയായിരുന്നു, ഭയങ്കര ആകാംക്ഷയ്ക്കായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എറണാകുളം എത്തിയിട്ടുണ്ട്. അതാ കാണുകയാണ് ലിസി ഹോസ്പിറ്റൽ. അപ്പോൾ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ കണ്ടോ, ആകാശവും മേഘവും കാര്യങ്ങളൊക്കെ നിൽക്കണം. ആ കാണുകയാണ് ലിസി ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ താഴേക്കൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ നിൽക്കുന്ന അപ്പോൾ തനിച്ചുകുട്ടൻ അവിടെ എന്തോ വാപ്പിച്ചിനെ കാണിച്ചെടുക്കണേ കേട്ടോ. വാപ്പ അതേ കാണുകയുണ്ടോ ലിസി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടൻ എന്താ അവിടെ നിന്ന് ഓടി നടക്കുന്നുണ്ട്. നിച്ചുകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകണ്ടല്ലോ, അതാണ് കേട്ടോ അവൻ്റെ മെയിൻ ഇത്. അവനെന്നും രാവിലെ എണീക്കുമ്പോൾ ഉമ്മി ഇന്ന് പഠിത്തമുണ്ടോ, മഴയൊക്കെ ആണെങ്കിലേ അവൻ ചോദിക്കും ഇന്ന് പഠിത്തമുണ്ടോ എന്നൊക്കെയും ചോദിച്ചിട്ടാണ് എനിക്ക് പഠിത്തമുണ്ടെങ്കിൽ ലീവ് കിട്ടുമല്ലോ എന്നോർത്തിട്ട്. അത് ഞങ്ങൾ താഴെ വന്നപ്പോഴും അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. താഴെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ നോക്കിയപ്പോൾ അടിപൊളി വ്യൂ തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നല്ല ചില സ്ഥലത്തോടെ കണ്ടോ അപ്പുറത്തോടേക്ക് നിറച്ച് നല്ല നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ മെട്രോയുടെ ഭാഗം. എപ്പോഴും അവർ വന്ന് ക്ലീൻ ചെയ്ത് അടുത്ത ചേച്ചിമാർ നല്ല ചേച്ചിമാരും ആണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം എപ്പോഴും നമ്മളിങ്ങനെ പോയി അവിടെ അത്യാവശ്യം അറിയണമൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം വർത്താനമൊക്കെ പറയുന്ന നല്ല ചേച്ചിമാർ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ്. ഞങ്ങൾ ഒന്നും കഴിക്കാണ്ടാണല്ലോ വന്നേ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ നിച്ചുകുട്ടന് പൂരി മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളും പൂരിയാക്കി. അപ്പോൾ അങ്ങനെ പൂരി വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടൻ ചോദിക്കുന്നതുണ്ടോ വടയൊക്കെ ഉണ്ടാവുമെന്ന്. അവനക്ക് ഇഷ്ടമുണ്ട് ഇവിടുത്തെ വട, നല്ല ചൂട് വടയായിരിക്കും കേട്ടോ. അപ്പോൾ പൂരി മസാലയും അതുപോലെ തന്നെ വട, ഉഴുന്നുവടയും ചമ്മന്തിയും അടിപൊളിയാണ് കേട്ടോ. ഇത് ആര്യാസാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഭൂരിയും കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഉള്ള ചായയോടെയും വേണമല്ലോ, അതിനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 13ാമത്തെ ചീട്ടാണ് കിട്ടിയത്. ടോക്കണാണ് കിട്ടിയത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആൻറ്റിയോഗ്രാം ആൻറ്റിയോപ്ലാസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർഡിയോളജി ICUയുടെ അവിടെ ആയിരുന്നു നമ്മളിന്ന് പോയിരിക്കേണ്ടത്. അവിടെ വന്നപ്പോഴാണ് സിസ്റ്റർമാർ പറഞ്ഞത് ഇന്ന് അവിടെ ഒപ്പിയിലായിരിക്കും ഇരിക്കണേന്ന്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്ട്. പിന്നെ വാപ്പിച്ചിക്ക് ഒരു ECG എടുക്കാനുണ്ടായിരുന്നു. ആ ECGയോട് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറിപ്പോകാൻ കണ്ടോ. ECG എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ്. ഉമ്മച്ചിയും നിച്ചുകുട്ടനും താഴെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാർഡിയോളജിയുടെ ICUയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കണതുകൊണ്ട് കുട്ടികളെ ഇങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഞാനും വാപ്പിച്ചാണ് ഇവിടെ വന്നിരിക്കണേ. അപ്പോൾ അങ്ങനെ ഭയങ്കര താമസം 13 ഭയങ്കര താമസിച്ച് ഏകദേശം ഉച്ചയാവാറായിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഏകദേശം ഒരു 1 മണിയൊക്കെ ആവാറായിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പം അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നു. പിന്നെ അതേയും കഴിഞ്ഞ് കാർഡിയോളജി ഡോക്ടറെയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഊണയ്ക്കാൻ വന്നേക്കണേ കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് ന്യൂറോയുടെ ഡോക്ടറെ കാണുമ്പോൾ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏകദേശം 2 മണി 2:30 ആവുമെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ന്യൂറോ ഡോക്ടർക്കുള്ള ചീട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കണായിരുന്നു കേട്ടോ. ഒരു മെനയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ നിന്ന് കഴിയുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്രാവശ്യം പക്ക ബോറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാരും തീർത്ത് കഴിച്ചൊന്നുമില്ല കേട്ടോ. കറികളാണെങ്കിലും ഒന്നും ഒരു സെറ്റപ്പ് അല്ലായിരുന്നു കേട്ടോ ആരും. അതുകൊണ്ട് ചോറ് അങ്ങനെ ഫുള്ള് കഴിച്ചൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ നൂറോ ഡോക്ടറെയും കണ്ടു കഴിഞ്ഞ് ഏകദേശം മരുന്നൊക്കെ പിന്നെ മരുന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഡോക്ടറെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ചടവാർന്നു കേട്ടോ. നമുക്ക് ഒട്ടും പറ്റില്ലാണ്ടൊക്കെ ആയിരുന്നു. ഏത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ 4 മണിയായിട്ടോ. പിന്നെ അവിടെ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാനാണല്ലോ താമസം. മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് ഏകദേശം 5 മണി 5:30 ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോകുമ്പം. അപ്പം അങ്ങനെ തിരിച്ചു പോണ വഴിയാണ് കേട്ടോ. വാനിച്ചുകൂട്ടൻ എന്താ ഓടുന്നുണ്ട് കേട്ടോ അതിൽ കൂടെ. ഒട്ടും പറ്റില്ലാണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പുള്ളിക്ക്. ഇപ്പോൾ പുള്ളിക്ക് മെട്രോയിൽ ഇവിടെ വന്നാൽ പുള്ളി ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. വാപ്പച്ചിക്ക് ഒരു സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. വാപ്പച്ചിക്ക് ഒരു ചേട്ടൻ അണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിച്ചൂട്ടിന് നാളെ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വന്ന വഴിക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കപ്പ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ പിന്നെ ചോറ് വയ്ക്കാൻ കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. കുറച്ച് കപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്തൊന്ന് ഒലുത്തിയെടുത്തു കേട്ടോ. ഒലുത്തിയെന്ന് വെച്ചാൽ ഒന്ന് കപ്പ വേവിച്ചിട്ടൊന്ന് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് താളിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിക്കണം. തലേ ദിവസത്തെ മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കും അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പണി സിമ്പിളായല്ലോ. അപ്പോൾ അങ്ങനെ കപ്പയും മീൻകറി ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പ്രത്യേകിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി ഇരിക്കേണ്ടായിരുന്നു കേട്ടോ ചൂടാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കപ്പ മതിയെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞു കൊച്ചും പറഞ്ഞു കപ്പ മതിയെന്ന് പറഞ്ഞു. ഇനി ചൂടനും പറഞ്ഞു കപ്പ മതിയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മീനും കൊഴുവ മീനുണ്ടല്ലോ, നത്തോലി കൊഴുവ മീനെന്നൊക്കെ പറയില്ലേ, അതും ഇരിക്കണ്ടായിരുന്നു. അതും വറുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.